ഇങ്ങനെ മാറി ഇങ്ങനെ രണ്ട് ചേരിൽ നിൽക്കുമെന്ന് വിചാരിച്ചാണോ സാറിന് എപ്പോഴെങ്കിലും? അത് നിയോഗമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കുത്തി പുറത്താക്കിയ വേറെ നിവൃത്തിയില്ലല്ലോ. കുത്തി പുറത്താക്കിയാൽ ഒരിക്കലും ഇല്ല. സരീനെ എപ്പോഴും ചേർത്ത് പിടിച്ച വ്യക്തിയാണ് ഞാൻ. അല്ലെന്ന് ഇപ്പൊ പരസ്യം അല്ല, ഇതിൽ നമ്മൾക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല. രാഷ്ട്രീയം എപ്പോഴും കുറച്ചുകൂടി ഐഡിയോളജിക്കൽ ബേസിസിലാണ് പോകേണ്ടത്. ഐഡിയോളജിയുടെ ഭാഗമായിട്ടായിരുന്നില്ലേ ഒരു ആയുസിന്റെ പകുതി ജീവിച്ചത്? അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ബേസിക്കലി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ കണ്ടക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ഉള്ളിലുള്ളത് തന്നെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതിൽ നിന്ന് വ്യത്യാസം വരുമ്പോൾ നമ്മൾ പിരായിരിയിലെ പരനാറി സരിൻ ഇന്നലെ കൽപ്പാത്തിയിലെ രഥോത്സവത്തിന് പിരായിരിയിലെ MLA കൽപ്പാത്തിയിലെ രഥോത്സവത്തിന് ആളുകളെ കാണാൻ അഭിവാദ്യം ചെയ്യാൻ വന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഐഡിയോളജിയാണ് പോലും. മണ്ണാങ്കട്ട ഒരായുസിന്റെ പകുതിയോളം കോൺഗ്രസിനൊപ്പം നിന്നിട്ട് ഈ നാറി സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, മത്സരിക്കാൻ സീറ്റ് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളം വിട്ടവനായി നാറി. ആ നാറിയെ പാലക്കാട്ട് ജനം കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിന് 1,00,000 വോട്ടിനാണ് ഈ പറയുന്ന നാറി പിരായിരി MLA തോറ്റു തൊപ്പിയിട്ടത്, 8 നിറയിൽ പൊട്ടിയത്. എന്നിട്ട് ഇപ്പൊ അവൻ ഐഡിയോളജി പറയുന്നു. അവന്റെ ഒലക്കയുടെ മൂഡ്. ഇവനിക്കെന്ത് ഐഡിയോളജി? ഇവനിക്കെന്ത് ആദർശം? ഇവൻ നാളെ RSSന്റെ കുഴലോത്തുകാരനായി മാറുന്നത് ഞാനും നിങ്ങളും സാക്ഷിയായിരിക്കും. അവൻ ഐഡിയോളജിയോ? അവൻ ഐഡിയോളജി ഒന്നുമല്ല. അവൻ അധികാരമാണ്. അധികാരം മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. അവൻ പൊതുപ്രവർത്തനത്തിന് വേണ്ടിയിട്ടല്ല സിവിൽ സർവീസും ഒഴിവാക്കിക്കൊണ്ട് ഇറങ്ങി തിരിച്ചത്. അവൻ ലക്ഷ്യം കണ്ടത് മറ്റൊന്നാണ്. എന്തായിരുന്നു ലക്ഷ്യം? ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സിവിൽ സർവീസ് കൊണ്ടും നേടാൻ കഴിയാത്തത് അധികാരം. ആ അധികാരം നേടണമെന്നായിരുന്നു. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. മുമ്പ് BRM ഷഫീർ 24ന്റെ ഒരു ജനകീയ വിചാരണ, ജനകീയ കോടതിയോ അങ്ങനെ എന്തോ ഒരു പരിപാടിയുണ്ട്. അതിൽ വന്നിരുന്നിട്ട് BRM ഷഫീർ ഈ പറയുന്ന പരനാറിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ വാക്കുകളാണ് ഇന്നിപ്പോ എന്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടി പിടിച്ച 10,000-ങ്ങളുണ്ട്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വെയിലും മഴയും കൊണ്ട 10,000-ങ്ങളുണ്ട്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നടുലോട്ടിലിറങ്ങി സമരം ചെയ്തതിന്റെ പേരിൽ ലാത്തിയുടെ അടി കിട്ടിയ 10,000-ങ്ങളുണ്ട്. ഇന്ന് ഈ നിമിഷം വരെ ഈ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ചിട്ട് ഒരു നയാ പൈസയുടെ ഒരു ആനുകൂല്യം ലഭിക്കാത്ത 10,000-ങ്ങൾ ഇന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്, ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അവരൊന്നും ഒരു വാർഡ് മെമ്പർ പോലും ആയിട്ടില്ല. എന്നിട്ടല്ലേ ബാക്കിയുള്ളത്? ഒരു വാർഡ് മെമ്പർ പോലും ആവാൻ കഴിയാത്ത ഒരു ജീവിതായുസ് മൊത്തം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എഴുതി മാറ്റി വെച്ച 10,000-കണക്കിനായ പ്രവർത്തകരുണ്ട്. അവിടെയാണ് ഒറ്റപ്പാലത്ത് 2021 ഒറ്റപ്പാലത്ത് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കാൻ വേണ്ടി ആ സീറ്റ് നൽകിയ കോൺഗ്രസിനെ ഒറ്റിക്കൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മറുകണ്ഠം ചാടിയത് ഈ പരനാറി. ഇവന്റെ ഐഡിയോളജി എന്താണപ്പോ? ഇവന്റെ ഐഡിയോളജി എന്താണ്? ഇവൻ എന്താണ് മനസ്സിൽ കണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി ഈ പറയുന്ന പിരായിരിയിലെ പ്രാന്തൻ പരനാറിക്ക് സീറ്റ് നൽകിയില്ല. അതാണ് അവന്റെ ഏറ്റവും വലിയ വിഷമം. അതിനവൻ തെറി വിളിക്കാൻ എല്ലാവരെയും തെറി വിളിച്ചു. VD സതീശനെയും K സുധാകരനെയും, അന്നത്തെ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നു K സുധാകരനെയും KC വേണുഗോപാലിനെയും VD സതീശനെയും എല്ലാവരെയും തെറി വിളിച്ചു. അവസാനം ഇവൻ ഒരു പടി കൂടി കടന്നു. VD സതീശനെ വെല്ലുവിളിക്കൂ. എടോ പരനാറി, നീ വളർന്നിട്ടില്ലടോ. നിന്റെ അടുത്ത ഒരു ജന്മം, നിന്റെ തന്തയും തള്ളയും നിനക്ക് ഒരു ജന്മം കൂടി നിനക്ക് നൽകിയാലും VD സതീശന്റെ ചെരുപ്പോളം എത്താൻ നിനക്ക് സാധിക്കില്ല. അങ്ങനത്തെ നീയാണ് VD സതീശനെ വെല്ലുവിളിച്ചത്. ഷാഫി പറമ്പിലിനെ വെല്ലുവിളിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുന്നു. ഇവനൊക്കെ ഈ പറയുന്ന ആളുകളുടെ ചെരുപ്പോളം എത്താൻ ഇന്ന് വരെ ആയിട്ടില്ല, വളർന്നിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇവന്റെ തന്തയും തള്ളയും ഒരു ജന്മം കൂടി ഇവന് നൽകിയാലും ഇവൻ ഈ പറയുന്ന പിരായിലെ പറയിനായിക്കൊണ്ട് അല്ലാതെ മറ്റൊരു ജന്മം ഇവനുണ്ടാവില്ല. കാരണം ഇവൻ അവസരവാദിയാണ്, ഇവൻ അധികാരമോഹിയാണ്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടില്ലേ, ഇവന്റെ വെല്ലുവിളികളായിരുന്നു. എന്ന് വരെ ഇവൻ വെല്ലുവിളിച്ചു. ആ പറയുന്ന പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ നവംബർ 23, അത് തന്നെ നവംബർ 23 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എണ്ണുന്ന ദിവസം 2024
അന്ന് രാവിലെ 8 മണിക്ക് റിസൾട്ട് എണ്ണാൻ തുടങ്ങുന്നു, വോട്ടെണ്ണൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ 7:59 വരെ ഇവൻ നിരന്തരമായി മാറി മാറി കേരളത്തിലെ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇവൻ കണക്കുകൾ നിരത്തുകയാണ്. ഇവരാര്? കണക്കപ്പിള്ളയോ അല്ലെങ്കിൽ കേരളത്തിലെ പ്രമുഖനായ ജോത്സ്യനോ? ഇവൻ കണക്കുകൾ നിരത്തുകയാണ്. 1ഉം 2ഉം റൗണ്ട് അല്ല, 3ാമത്തെ റൗണ്ട്, ബൂത്ത് നമ്പർ 36 എന്നൊക്കെ പറഞ്ഞ് കണക്ക് നിരത്താൻ ഇവൻ ആര്? അവസാനം എന്തായി? ഇവന്റെ കണക്കുകളൊക്കെ എവിടെ വരെ എത്തി? പെട്ടി തുറന്ന് എണ്ണിക്കഴിഞ്ഞപ്പോൾ, പെട്ടി പൊട്ടിച്ചപ്പോൾ സരിൻ പൊട്ടി, 8 നിലയിൽ പൊട്ടി. 1,00,000 വോട്ടിന്റെ വ്യത്യാസമാണ്, ഭൂരിപക്ഷമാണ് ഈ പറയുന്ന പിരായിരിയിലെ പരിനും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള വോട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് 25,000 വോട്ടുകൾക്ക് മുകളിലാണ്. 1,00,000 വോട്ടിന്റെ മുകളിൽ ഒരു മാർജിനിൽ സരിൻ പാലക്കാട് തോറ്റ് തുന്നം പാറിയിട്ടുണ്ടെങ്കിൽ, എടോ സരിനെ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാലക്കാട്ടേക്ക് വോട്ട് ചെയ്യാൻ മലപ്പുറത്ത് നിന്ന് ആള് വന്നിട്ടില്ല, പാലക്കാട്ടേക്ക് വോട്ട് ചെയ്യാൻ കാസർഗോഡ് നിന്ന് ആള് വന്നിട്ടില്ല, പാലക്കാട്ടേക്ക് വോട്ട് ചെയ്യാൻ തിരുവനന്തപുരത്ത് നിന്നും ആള് വന്നിട്ടില്ല. പാലക്കാട്ടെ ജനം, പാലക്കാട്ട് ചുട്ടുപൊള്ളുന്ന വെയിൽ കൊണ്ട പാലക്കാട്ടെ ജനം നിന്നെ വലിച്ചെറിഞ്ഞു വേസ്റ്റ് കൊട്ടയിലേക്ക്. മനസ്സിലായില്ലേ? നിന്റെ ഈ പറയുന്ന കണക്കുകളും നിന്റെ ഈ വീരവാദങ്ങളും വെല്ലുവിളികളും എന്തൊക്കെയായിരുന്നു? അവനിക്ക് 23-ാം തീയതി കഴിയുമ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശനുണ്ടെങ്കിൽ VD സതീശന്റെ അപ്പോയിന്റ്മെന്റ് വേണം. ഇവന്റെ പറി. എന്നിട്ട് ഇവൻ എവിടെ വരെ എത്തി? കുറെ കാലം പാലക്കാട് കാണാനില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ഇങ്ങോട്ട് വരട്ടെ, ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് വെല്ലുവിളിച്ചിട്ട് ഈ നാറി രാഹുൽ പാലക്കാട് എത്തിയപ്പോൾ ഇവൻ എവിടെയായിരുന്നു? എന്നിട്ട് VK ശ്രീകണ്ഠനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നാറി പറയുകയാ എന്നെ കുത്തി പുറത്താക്കിയതാണെന്ന്. എന്നാ പിന്നെ നീ അതൊന്ന് തെളിയിക്കടാ എന്ന് VK ശ്രീകണ്ഠൻ പറയുമ്പോ ഇളിക്കുന്നു, ഉളുപ്പില്ലാത്ത നാറി. വെറുതെയല്ല പാലക്കാട്ടെ ജനം ഇവനെ തിരസ്കരിച്ചത്. കാരണം പാലക്കാട്ടുകാർക്ക് അറിയാം, ഇവനെ എല്ലാം വിജയിപ്പിച്ചു വിട്ടാലേ ആ പാലക്കാട്ടുകാരുടെ അവസ്ഥ, അവരുടെ ഒരു അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം എവിടെ വരെ എത്തുമെന്നുള്ളത്. വെറുതെയല്ല പാലക്കാട്ടെ ജനം ഇവനെ പുറങ്കാല് കൊണ്ട് തൊഴിച്ച് തട്ടി തെറിപ്പിച്ചത്. കേരളത്തിന്റെ ഒരു മഹാഭാഗ്യം എന്താണെന്നറിയാമോ? ഇവനെ പോലെയുള്ള പരനാറികള് അവരൊന്നും കേരളത്തിന്റെ നിയമസഭ കാണൂല. അതാണ് കേരളത്തിന്റെ ഒരു വലിയ ഭാഗ്യം. കുറെ ആളുകളുണ്ട്, ഇവൻ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. കുറെ എണ്ണമുണ്ട്. നിരന്തരമായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ട് 8 നിലയിൽ പൊട്ടിയ കുറെ എണ്ണമുണ്ട്. അവസാനം ഈ പറയുന്ന പിൻവാതിലൂടെ തിരികെ കയറ്റി ഡൽഹിയിലേക്ക് പറഞ്ഞയച്ച കുറെ എണ്ണവും അക്കൂട്ടത്തിലുണ്ട്. റഹീം തുടങ്ങി, JC തോമസ് തുടങ്ങി, V വസീഫ്, VK സനോജ്, അങ്ങനെ കുറെ ഈ പറയുന്ന അടിമകൾ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ തീട്ടം രാവിലെ തൂറിയിട്ട് ആ തീട്ടം ഒരു പാത്രത്തിലാക്കിയിട്ട് ഇവരുടെ മുന്നിൽ ഇങ്ങനെ നീട്ടിക്കൊടുക്കും. അത് നക്കിയിട്ട് ഈ നാറികൾ പറയും, ആഹാ എന്താ രുചി, എന്തൊരു രുചിയാണ്, നല്ല രുചിയുള്ള ഭക്ഷണം എന്ന് ഈ നാറികൾ അടിമകള് ആ തീട്ടം നക്കിയിട്ട് എല്ലാ ദിവസവും പറയും. അങ്ങനത്തെ അടിമകളാണ് ഇറ്റങ്ങൾ. പറയാണ് ഐഡിയോളജിയാണ്. ഇവനിക്ക് ഉളുപ്പില്ലേ? ഒരു ഉളുപ്പുള്ള മനുഷ്യനാണെങ്കിൽ ഇന്നലെ കൽപ്പാത്തിയിൽ പോയിട്ട് തലയിൽ മുണ്ടിട്ട്, ഇനി ഭക്തി കൊണ്ട് പോകുന്നതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തലയിൽ മുണ്ടിട്ടിട്ടല്ലേ പോകുള്ളൂ. ആ ജനമല്ലേ ഇവനെ തട്ടിത്തെറിപ്പിച്ചത്. ഇവനെ തൊഴിച്ചു മാറ്റിയ ജനത്തിന് മുന്നിലേക്ക് ഇങ്ങനെ പോയി നിന്ന് വിളിക്കാൻ ഇവനിക്ക് നാണമാകുന്നില്ല ഈ നാറിക്ക്. ഇവനെ വെല്ലുവിളിച്ച ആളുകൾ ആരൊക്കെയാ? VD സതീശൻ ഒന്നാമത്, രണ്ടാമത് ഷാഫി പറമ്പില്. ഷാഫിയായിരുന്നു ഇവന്റെ പ്രധാന എതിരാളി. കാരണം ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ടേക്ക് കെട്ടിയിറക്കിയത് എന്നാണ് ഇവന്റെ വാദം. അങ്ങ് പത്തനംതിട്ടയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നത് ഷാഫി പറമ്പിലാണെന്നായിരുന്നു ഇവന്റെ വാദം. ഞാൻ പാലക്കാട്ടുള്ളപ്പോ എന്തിനാണ് ഷാഫി ഈ പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് എത്തിച്ചത് എന്നായിരുന്നു ഇവന്റെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഷാഫി നൽകിയില്ല. പക്ഷേ ആ ചോദ്യത്തിനുള്ള മറുപടി പാലക്കാട്ട് ജനം നൽകി. പാലക്കാട്ട് ജനം
അത് ബാലറ്റ് പെട്ടിയിൽ ഇങ്ങനെ ഓരോന്ന് കുത്തി ഇട്ടിട്ട് ഇവന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകി. ആ മറുപടിയാണ് ഷാഫി പാലക്കാട്ടേക്ക് പത്തനംതിട്ടയിൽ നിന്ന് രാഹുലിനെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള മറുപടി ഈ പത്തനംതിട്ടക്കാരനെ പാലക്കാടിന്റെ ജനനായകനാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവനാണ്, ഈ പത്തനംതിട്ടക്കാരനാണ് പാലക്കാടിന്റെ ജനപ്രതിനിധി എന്നുള്ളത് പാലക്കാട്ടെ ജനം വിധിയെഴുതി. ഷാഫി മിണ്ടിയില്ല. പെട്ടി പൊട്ടിച്ചപ്പോ ഷാഫി മാറി നിന്ന് അങ്ങോട്ട് ചിരിച്ചു. ചിരി എന്ന് പറഞ്ഞാൽ ആവോളം ആസ്വദിച്ച് ചിരിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ആ ചിരിയിലുണ്ടായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ, ഈ റിസൾട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ ഷാഫി അത്രമാത്രം ദിലീപ് ലയൺ എന്ന സിനിമയിൽ പറയുന്ന ആ ഡയലോഗാണ് എനിക്ക് പറയുന്നത്. ഇവൻ സിവിൽ സർവീസ് ആണെങ്കിൽ ഷാഫി പറമ്പിൽ IPS ആണ്, ഇന്ത്യൻ പൊളിറ്റിക്കൽ സർവീസ്. അതിന്റെ 1ാം റാങ്കോടുകൂടി ആ ഇന്ത്യൻ പൊളിറ്റിക്കൽ സർവീസ് പാസ്സായ വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. മനസ്സിലായില്ലേ? അത് നമ്മള് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് എങ്ങനെയാ ഒരു സാഹചര്യം ഉണ്ടായത്? ഷാഫി പാലക്കാട്ട് നിന്ന് വടകരയിലേക്ക് വണ്ടി കയറിയത് കൊണ്ടാണല്ലോ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ വടകരയിൽ ചെന്നുകൊണ്ട് KK ശൈലജയുടെ ഉറക്കം കെടുത്താൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ദിലീപ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ പൊളിറ്റിക്കൽ സർവീസ് എന്ന്. അത് നേടിയ വ്യക്തിയാ ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിനെ ശത്രുവാക്കിക്കൊണ്ടാണ് ഇവൻ മറുകണ്ഠം ചാടിയത്. അതിനുള്ള ശിക്ഷ ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പിലൂടെ കൊടുത്തു. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാ സരീനും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് 1,00,000 വോട്ടിന്റെ അന്തരമാ. അത് ഈ പിരായിരിയിലെ പ്രാന്തന് മനസ്സിലായില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം.